ദിവസവും അവർ രണ്ടുപേരും കയറി തകർത്തു. മമ്മൂട്ടി പിന്നെ പറയേണ്ടതാണല്ലോ. കാരണം വെച്ചാൽ ഇത് ആദ്യം തന്നെ പറയുന്നത് OTT പടം ഒന്ന് കാണരുത്. വളരെ എസ്തെറ്റിക് പോയിട്ട് ായിട്ടാണ് എടുത്തേക്കണ. ചിത്രീകരണം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. കുഴപ്പമില്ല. സ്റ്റോറി പഴയകാല സ്റ്റോറിയാണ്, ഓൾറെഡി കണ്ടുപറഞ്ഞ സ്റ്റോറി ആണെങ്കിലും ഓക്കെ, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. മമ്മൂക്കയുടെ പെർഫോമൻസ് സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. അർജുന അശോകന് നല്ല റോളുണ്ട്, ഈക്വലൻ റോളാണ്. ഇല്ല ഇല്ല ഇല്ല, നല്ല ചിത്രീകരണമാണ് എടുത്തേക്കണത്, നന്നായിട്ട് എടുത്തേക്കണോണ്ട് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയായിരുന്നു. ലാഗ് ആദ്യം കുറച്ച് ലാഗ് അടിച്ചായിരുന്നു, പിന്നെ അതൊക്കെ ഓൺ ദ ഫ്ലോയിലേക്ക് വന്നു. സെക്കൻഡ് ഹാഫ് നന്നായിട്ട് കുറച്ചും കൂടി നന്നായിരുന്നു. ഫസ്റ്റ് ഹാഫ് അത്ര സുഖം ഉണ്ടായിരുന്നില്ല. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി അല്ല, ഈ ഒരു യൂണീക്ക് പടമാണ്. എബോ ആവറേജ് പടമാണ്. എബോ ആവറേജ് 5 ഒരു 3.5 കൊടുക്കാം. പടം നല്ലതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമല്ല. പക്ഷേ മമ്മൂട്ടിയുടെ പെർഫോമൻസിന് വേണ്ടി മാത്രം നമുക്ക് ഈ പടം കാണാം. ഒരു സർവൈവൽ ത്രില്ലർ ജോണറാണ്. സംവിധായകന്റെ കഴിഞ്ഞ പടം ഭൂതകാലമാണല്ലോ, ഹൊറർ എലമെന്റ് അല്ല, ഫുൾ സർവൈവലാണ്. അർജുന അശോകൻ, സിദ്ധാർത്ഥ് ഭരത്, മമ്മൂക്ക ഇവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയുടെ ഒക്കെ ഒരു വില്ലനിസം അല്ലെങ്കിൽ ഒരു സൈക്കോപാത്തിലുള്ള റോളാണ് ചെയ്തേക്കുന്നത്. പിന്നെ കുറെ സർപ്രൈസിങ് എലമെന്റ്സ് ഉണ്ട് പടത്തിൽ. എൻഗേജിങ് ആണെന്ന് വെച്ചാൽ എൻഗേജിങ് അല്ല, ലാഗ് ഉണ്ട്. പക്ഷെ പെർഫോമൻസ് വൈസ് ആണ് പടം മികച്ചിരിക്കുന്നത്. ഫാമിലി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പടമാണോ? ഫാമിലി പ്രേക്ഷകത്തിന് ഹൊറർ എലമെന്റ്സ് അത്രയില്ല. പിന്നെ കുറച്ചൊരു യക്ഷ സീനൊക്കെ കാണിക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും അത് കൊടുത്തേക്കുന്നത്. പിന്നെ ഞാൻ പറയില്ല, അത്ര പേടിപ്പിക്കുന്നതല്ല, ഒരു സർവൈവൽ ത്രില്ലർ പെട്ടെന്ന് പടമാണത്. ഇതുപോലെ എന്ന് വെച്ചാല് ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഭംഗിയുണ്ടെന്ന് നമ്മൾ കാണുവാണ്. ഒരു കാരണവശാൽ ഇത് ആദ്യം തന്നെ പറയുന്നത് OTT പടം ഒന്ന് കാണരുത്, ബിഗ് സ്ക്രീനിൽ തന്നെ വന്ന് അറ്റ്മോസ്ഫിയർ തന്നെ ഒന്ന് ഇത് കാണണം. ഒരു കാരണവശാലും ഇത് സ്പോയിലും ആക്കരുത്. അതായത് കൊടുമൺ പോയിട്ട് ഇതിനകത്ത് നായക കഥാപാത്രം ആരായിരുന്നു സ്പോയിൽ ചെയ്ത് പുറത്ത് പറയരുത്. അതിനു മുമ്പേ സ്പോയിലാകുന്നതിന് മുമ്പ് ഈ പടം വന്ന് കാണണം. കിടില്ല കേട്ടോ എല്ലാവരും. അതായത് സിദ്ധാർത്ഥ് ഭരതനെ നമ്മുടെ അർജുന അശോകൻ അവർ രണ്ടുപേരും കയറി തകർത്തു. മമ്മൂട്ടി പിന്നെ പറയേണ്ടതാണല്ലോ, അടിപൊളി ഇൻട്രൊഡക്ഷനൊക്കെ തകർത്ത് വാരി, അതുപോലെ കലകി സൂപ്പർ പടം. ആ അതുപോലെ തന്നെ അത് അവസാനമാണല്ലോ അതിൻ്റെ ഇതല്ല, ഇത് ആദ്യം മുതലേ ഒരു ഇന്റർവെൽ ആകുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഇത് അറിയുന്നത്. എന്നാണ് അറിയുന്നത് കൊടുമനത്ത് നായക കഥാപാത്രം ആരാന്ന് അറിയുന്നത്. കടലിൽ കിടിലൻ പടം കേട്ടോ. സ്റ്റോറി കിടിലൻ, മേക്കിംഗ് കിടിലൻ, ക്യാമറ, ആർട്ട് വർക്ക് എല്ലാം കിടുപ്പം പടം കേട്ടോ. ഒന്നും പറയാനില്ല, സൂപ്പർ. ഒരു 5 ഒരു 4.9 ഇടാം. ഓക്കെ, ഒന്നും പറയാനില്ല. വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. പെർഫോമൻസ് വൈസ് എല്ലാവരും മികച്ച പെർഫോമൻസ് ആണ്. ബെസ്റ്റ് എനിക്ക് തോന്നിയത് അർജുന അശോകനായിരിക്കും ഒരു പക്ഷേ. മമ്മൂട്ടിക്ക് ടൈമിങ് കുറവാണ്, എന്നാലും ടൈമിംഗ് അല്ല, സമയം കുറവാണെന്ന് പറയാം. ത്രൂ ആയിട്ട് നായകൻ അർജുന അശോകനുണ്ട്. പക്ഷെ ഒരു മലയാളത്തിലല്ല, ഇന്ത്യൻ സിനിമയിൽ കാണാത്ത തരത്തിൽ ഇപ്പൊ തമ്പാത് വന്നായിരുന്നു. അതിലേക്ക് ഒരു വെറൈറ്റി പടം, വെറൈറ്റി. ഹൊറർ മാത്രമല്ല, ഒരു ഇതിൽ പല പൊളിറ്റിക്സും നെയ്ക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും, എന്തായാലും നഷ്ടപ്പെടത്തില്ല. അങ്ങനെ പറയാൻ പറ്റത്തില്ല. നല്ലൊരു കൺസെപ്റ്റാണ്. അഗ്രപാളിയിലെ വിസ്മയം എന്ന് പറയാം. മെഗാസ്റ്റാർ മമ്മൂക്ക ആറാടി തിമിർത്തിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. മരണമാസം പേടിപ്പെടുത്തുന്നതായിട്ടുള്ള ഭയാനകമായിട്ടുള്ള പ്രേക്ഷകരെ കണ്ണീരടിക്കാൻ പറ്റുന്ന കഥാപാത്രമാണ് മമ്മൂക്ക ചേരിക്കുന്നത്. ഒരു മനകേന്ദ്രീകരിച്ചും ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ച കഥകലാസ്തമാക്കിയാണ് ചേരിക്കുന്നത്. മമ്മൂക്ക ഇതിൽ അതിഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഒരു രക്ഷയില്ല. പിന്നെ സിദ്ധാർത്ഥ് ഭരതന്റെ അഭിനയം ആയിക്കോട്ടെ, അർജുന അശോകൻ അഭിനയിക്കട്ടെ, വ്യത്യസ്തം നിറഞ്ഞ ഒരു സെന്റിമെന്റ്സ് ഓറിയന്റഡ് സിനിമയാണ്. അപ്പോൾ തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഹൊറർ പ്രേത സിനിമയാണ് ഈ ബ്രഹ്മയുഗം. അപ്പൊ മമ്മൂക്ക ആറാടി തിമിർത്തു. ഓക്കെ, വളരെ എസ്തെറ്റിക് പോയറ്റിക് ആയിട്ടുള്ള മൂവിയാണ്. ഇങ്ങനത്തെ പടങ്ങൾ കുറവാണ്. ക്ലാസിക് പടമാണ്, മാഷ എലമെന്റ്സ് ഒന്നുമില്ല, ക്ലാസ് പടമാണ്. പിന്നെ ഇതിൽ എടുത്തു പറയുകയാണെങ്കിൽ പെർഫോമൻസ് അർജുന അശോകൻ്റെയാണ്. പുള്ളിക്ക് മിക്കവാറും അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. മമ്മൂക്കയുടെ കരിയറിൽ വന്നിട്ട് ബെസ്റ്റ് റോൾസാണ്, ബെസ്റ്റ് ഫിലിമാണ്. എല്ലാം കൊണ്ട് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് തോന്നി, സെക്കൻഡ് ഹാഫ് വളരെ നല്ലതാണ്. എല്ലാം കൊണ്ടും ഇതുവരെ കാണാത്തൊരു മൂവിയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഒരു വിരസത തോന്നിയില്ല, നല്ല മൂവിയാണ്.
നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ക്യാമറ നല്ലതാണ്, ആർട്ട് ഡയറക്ഷൻ നല്ലതാണ്, സിനിമയുടെ സൗണ്ട് എഫക്റ്റ് നല്ലതാണ്, എല്ലാം കൊണ്ടും നല്ല മൂവിയാണ്. ഹൊറർ ജോണർ ഉണ്ട്, പലതും ഉണ്ട്. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് തോന്നി, സെക്കൻഡ് ഹാഫ് ആയപ്പോൾ നന്നായിട്ട് പോയി. ഇത് അർജുന അശോകൻ ചിലപ്പോൾ നാഷണൽ പോലെ കിട്ടാൻ സാധ്യതയുണ്ട്, അതുപോലത്തെ പെർഫോമൻസ് ആണ്. ഈ ഭൂതകാലിൻ്റെ ആയിട്ട് ഒരാളുടെ ഫിലിമാണ്. ടെക്നിക്കലി എന്തും ഇത്രയും സൂപ്പർ ഫിലിം കണ്ടിട്ടില്ല. ടെക്നിക്കലി ഉഗ്രനാണ്, ക്യാമറ സൗണ്ട് എല്ലാം. ഡയറക്ഷൻ നല്ലതാണ്. പിന്നെ ഇടയ്ക്ക് കുറച്ച് സ്ലോ തോന്നും, പിന്നെ ഭയങ്കര സൗണ്ടിൽ വരും, അങ്ങനെയൊക്കെയാണ്. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് തോന്നി, സെക്കൻഡ് ഹാഫ് നല്ലതാണ്. BGM ഇല്ല, അങ്ങനത്തെ മൂവിയല്ല, ഇത് ആർട്ടിസ്റ്റിക് മൂവിയാണ്, വളരെ കലാമൂല്യ ഫിലിമാണ്, കൊമേഴ്സ്യൽ പടമല്ല. അതുകൊണ്ട് എത്ര ഓടുന്നു പറയാൻ പറ്റില്ല, പക്ഷേ നല്ലൊരു ഫിലിമായി. 5 4.5 കൊടുക്കാം.